വർദ്ധിച്ചു വന്ന നെഞ്ചിടിപ്പോടെ നന്ദു ഡയറിയുടെ ഭാഗങ്ങൾ മറിച്ചു നോക്കിയതും പിന്നീടുള്ള ഓരോ പേജുകളും ബ്ലാങ്കായി കിടപ്പാണ്. അതോടെ അവളുടെ മുഖം മങ്ങി. അന്നേരമാണ് അതിലൊരു പേജ് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നന്ദു മനസ്സിലാക്കുന്നത്. ആരോ അത് മനഃപൂർവ്വം കീറിക്കളഞ്ഞതുപോലെ. ആ പേജിൽ എഴുതിയതിൻ്റെ പാടുകൾ തൊട്ടടുത്ത പേജിലേക്ക് പടർന്നിട്ടുണ്ട്. അത് വായിക്കാൻ നന്ദു ശ്രമിച്ചു നോക്കിയെങ്കിലും പറ്റിയില്ല. ഒരുപക്ഷെ ആ പേജിൽ അദീന ആളാരാണെന്ന് വിവരിച്ചു കാണും. ആരായിരിക്കും അത് കീറിക്കളഞ്ഞത്? എന്തിനായിരിക്കും അത് കീറിക്കളഞ്ഞത്? നന്ദു ചിന്തിച്ചു. അത് കൃഷ് ആവല്ലേ എന്ന് നന്ദു ആ നിമിഷം ആഗ്രഹിച്ചു. കൃഷിന് അദീന സഹോദരിയാണ്. പക്ഷെ അദീന കൃഷിനെ ഏത് രീതിയിലാണ് കരുതിയതെന്ന് അറിയില്ലല്ലോ. നന്ദു എഴുതാപ്പുറം ചിന്തിച്ചു കൂട്ടി. നന്ദു ഡയറിയുടെ കാര്യം മനഃപൂർവ്വം മറക്കാൻ ശ്രമിച്ചുകൊണ്ട് അവളും കൃഷും തമ്മിൽ നേരത്തെ നടന്ന പ്രണയ നിമിഷങ്ങളെ ഓർത്തെടുത്തു. കൃഷിൻ്റെ ചുണ്ടുകൾ പതിഞ്ഞ തൻ്റെ കവിളിൽ അവൾ പതിയൊന്ന് തൊട്ടു നോക്കിയപ്പോൾ അവളുടെ മുഖത്ത് ചുവപ്പ് പടർന്നു. നാണത്തോടെ തലയണയിലേക്ക് മുഖം പൂഴ്ത്തി കിടക്കുമ്പോൾ അവൾക്ക് കൃഷിനെ കാണാൻ അതിയായ ആഗ്രഹം തോന്നി. നേരം ഒന്ന് പെട്ടെന്ന് പുലർന്നിരുന്നെങ്കിലെന്ന് അവൾ ആഗ്രഹിച്ചു പോയി. പിറ്റേന്ന് രാവിലെ 6 മണി ആയതും നന്ദു എഴുന്നേറ്റ് വന്നു. കൃഷിൻ്റെ മുറിയുടെ ഭാഗത്തേക്ക് കണ്ണോടിച്ചപ്പോൾ ഡോർ അടഞ്ഞു കിടക്കുന്നുണ്ട്. ഡോറിൻ്റെ ലോക്ക് പിടിച്ചു താഴ്ത്തിയപ്പോൾ അകത്തു നിന്നും കുറ്റിയിട്ടിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അവിടെ നിന്ന് 1 മണിക്കൂർ കഴിഞ്ഞാണ് കൃഷ് എഴുന്നേറ്റ് അടുക്കളയിലോട്ട് വരുന്നത്. പുറംതിരിഞ്ഞു നിന്ന് ഫുഡ് റെഡിയാക്കുന്ന നന്ദയെ പിന്നിലൂടെ ചെന്ന് വയറിലൂടെ കൈയിട്ട് ഇറുകെ പുണർന്നപ്പോൾ നന്ദുവിൻ്റെ ശരീരം ആലില പോലെ വിറപ്പൂണ്ടു. ഞാൻ ഹെൽപ്പ് ചെയ്യണോ നന്ദ? ഇനിയിപ്പോൾ അതൊന്നും വേണ്ടായിരിക്കുമല്ലേ? നന്ദുവിൻ്റെ തോളിൽ താടിയൂന്നി നിന്നുകൊണ്ടാണ് കൃഷ് അത് പറഞ്ഞത്. അതിനിടയിൽ അവളുടെ തോളിൽ നിന്നും മുടി വകഞ്ഞു മാറ്റി അവിടം ചുംബിച്ചതും അവൾ കണ്ണിറുക്കി അടച്ചു പോയിരുന്നു. കൃഷ്, എന്തായി കാണിക്കുന്നത്? വിട് വിട് കൃഷ്, ഇതൊന്നും വേണ്ട കൃഷ്. അവന് നേരെ തിരിഞ്ഞു നിന്നു അവൾ പിടി അയക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ നന്ദാ നീ ഇങ്ങനെ? ഒന്ന് കെട്ടിപ്പിടിച്ചാൽ ഇപ്പം നമുക്ക് കൊച്ചൊന്നും ഉണ്ടാവാൻ പോണില്ല. അവളെ തൻ്റെ നെഞ്ചോടടുപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. പോടാ, നീ കൊച്ചുണ്ടാക്കാനേ ഇങ്ങോട്ട് വാ, നിനക്ക് ഞാൻ കാണിച്ചു തരാം. നന്ദ കൃത്രിമ ദേഷ്യത്തോടെ പറഞ്ഞു. സത്യം? ഒന്ന് പോന്നെന്താ, ഞാൻ അത്തരക്കാരനൊന്നും അല്ല. ഇനിയിപ്പോൾ നിനക്ക് നിർബന്ധമാണെന്ന് വെച്ചാൽ ഞാൻ റെഡിയാ എന്നും പറഞ്ഞ് അവളുടെ കവിളിൽ അമർത്തി മുത്തി മകിൽ നിന്നും കപ്പിലേക്ക് കോഫി പകർന്നുകൊണ്ട് അകത്തേക്ക് നടക്കുമ്പോൾ അവനെന്താ അങ്ങനെ പറഞ്ഞത്? ഇനിയിപ്പോൾ താൻ പറഞ്ഞ ഡയലോഗ് എങ്ങാനും മാറിപ്പോയോ എന്ന് മനസ്സിൽ കരുതി നന്ദ താൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി പറഞ്ഞു നോക്കി. നീ കൊച്ചുണ്ടാക്കാൻ ഇങ്ങോട്ട് വാ, നിനക്ക് ഞാൻ കാണിച്ചു തരാം. അയ്യേ, അവനതിൻ്റെ ഡബിൾ മീനിങ് എടുത്തോ, വൃത്തികെട്ടവൻ. ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞു. അടുക്കളൊക്കെ ഒരുക്കി നന്ദ റെഡിയാവാൻ ചെന്നു. കുളിച്ചു കഴിഞ്ഞപ്പോഴാണ് അമ്മ വെളുത്ത ചുരിദാറിട്ട് ചെല്ലാൻ പറഞ്ഞ കാര്യം അവൾക്ക് ഓർമ്മ വരുന്നത്. ഇപ്പം ശരിയാക്കി തരാം എന്നും പറഞ്ഞ് വാർഡ്രോബ് തുറന്ന് സ്ലീവ്ലെസ് കുർത്തിയും ജീൻസും എടുത്തിട്ട് ഒരുങ്ങുമ്പോഴാണ് ഡോറിൽ തട്ടുന്ന ശബ്ദം കേൾക്കുന്നത്. ഡോർ തുറന്നു നോക്കിയപ്പോൾ ഒരു ബ്ലാക്ക് ഷർട്ടും കയ്യിൽ പിടിച്ച് പാൻറ്റും ബനിയനും മാത്രം ധരിച്ച് നിൽക്കുന്ന കൃഷിനെയാണ് കാണുന്നത്. എന്താ കൃഷ്? നന്ദ പ്ലീസ് ഇതൊന്ന് അയൺ ചെയ്തു തരുമോ? അത് കേട്ടപ്പോൾ ആദ്യം അവൾക്ക് ദേഷ്യമാണ് തോന്നിയത്. പിന്നീട് അവൻ്റെ കെഞ്ചൽ കണ്ടപ്പോൾ ഒന്നും പറയാനും തോന്നിയില്ല. അവൻ്റെ കയ്യിൽ നിന്നും ഷർട്ട് വാങ്ങി അയൺ ചെയ്യുമ്പോൾ അവൻ അവളുടെ വാർഡ്രോബിന് മുന്നിൽ നിന്നുകൊണ്ട് ചൂളമടിച്ച് മുടി ചീകാൻ തുടങ്ങി. അത് കഴിഞ്ഞ് അവളുടെ വാർഡ്രോബ് തുറന്നു ബോഡി സ്പ്രേ എടുത്ത് അടിച്ചു നോക്കുന്നുണ്ട്. കൃഷ്, അത് ലേഡീസിൻ്റെയാണ്. അവൾ പറയുന്നതൊന്നും അവൻ കൂട്ടാക്കുന്നേയില്ല. അയൺ ചെയ്ത് കഴിഞ്ഞു അവൾ അവൻ്റെ കയ്യിൽ ഷർട്ട് വെച്ച് കൊടുത്തപ്പോൾ ദേ വന്ന് അവൻ്റെ അടുത്ത ആഗ്രഹം, താൻ ഷർട്ട് ധരിപ്പിച്ചു കൊടുക്കണമെന്ന്. തെറി പറയാൻ വേണ്ടി അവളുടെ നാക്ക് ചൊറിഞ്ഞു കയറി വന്നതാണ്. പിന്നെ വേണ്ടെന്ന് വെച്ച് അവൻ ഷർട്ട് ധരിപ്പിച്ചു ബട്ടൺസ് ഇട്ട് കൊടുക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്തൂടെ ഒഴുകി നടക്കുന്നുണ്ട്. അവളുടെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടി അവൻ ചെവിയുടെ പിറകിലേക്ക് ഒതുക്കി വെച്ചു. ഞാൻ നിൻ്റെ കെട്ടിയോളല്ല, അത് നീ ഓർക്കണം. അവസാനത്തെ ബട്ടൺ ഇട്ട് കൊടുത്തുകൊണ്ട് നന്ദു പറഞ്ഞു. കെട്ടുമല്ലോ, അപ്പോൾ ഇതൊക്കെ ചെയ്യേണ്ടി വരും. ഇതൊക്കെ എൻ്റെ ഭാര്യ കോൺസെപ്റ്റിലുള്ളതാ. ഇപ്പോഴെല്ലാം പഠിച്ചു വെക്കുന്നത് നല്ലതല്ലേ? പിന്നെ നന്ദമോളെ, ഈ ഷർട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചടങ്ങ് കൂടിയുണ്ട്, അത് മോക്കറിയില്ല? ഷർട്ട് ഇൻ ചെയ്ത് വെക്കുന്നതിനിടയിൽ കൃഷ് പറഞ്ഞു. എന്താ ചേട്ടാ അത്? അവൾ പ്രത്യേക ഇനത്തിൽ ചോദിച്ചു. പറയില്ല, വേണേ കാണിച്ചു തരാമെന്നും പറഞ്ഞ് അവളുടെ കവിളിൽ ചുംബിച്ചതും നന്ദുവിൻ്റെ മുഖം ദേഷ്യത്താൽ കൂർത്തു. ഇപ്പം കിട്ടും, നീ കാത്തിരുന്നോ. ഇങ്ങനെ പോയാലേ ഒറ്റ ദിവസം കൊണ്ട് നീ എന്നെ കൊണ്ട് മാറ്റി ചിന്തിപ്പിക്കും. കണ്ണാടിക്ക് മുന്നിൽ നിന്നുകൊണ്ട് കറുത്ത കുഞ്ഞു പൊട്ട് നെറ്റിയിൽ വെച്ച് അവൾ പറഞ്ഞു. എന്താ നന്ദാ നീ ഇങ്ങനെ? വി ആർ ലവേഴ്സ്. കുറച്ചുകൂടി റൊമാൻറ്റിക് ആയിക്കൂടെ നിനക്ക്? റൊമാൻസിൻ്റെ കാര്യത്തിൽ ഞാൻ ഇത്തിരി പിറകിലാണെന്ന് കൂട്ടിക്കോ കൃഷ്. എനിക്ക് നിൻ്റെ ഇത്ര എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെന്ന് നിനക്കറിയാലോ. നിനക്ക് കുറേ കിട്ടിയിട്ടും കൊടുത്തിട്ടുള്ള പരിചയം ഉണ്ടാവും അല്ലേ? നന്ദു ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാണ്. അവൻ മുറിയിൽ നിന്നും ദേഷ്യത്തോടെ ഇറങ്ങിപ്പോയപ്പോഴാണ് അവനത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നവൾക്ക് മനസ്സിലാവുന്നത്.
വേണ്ടിയിരുന്നില്ല എന്നും മനസ്സിൽ പറഞ്ഞു അവൾ തൻ്റെ പ്രവൃത്തി തുടർന്നു. ബുള്ളറ്റ് റേസ് ചെയ്യുന്ന ശബ്ദം കേട്ടിട്ടാണ് നന്ദു ഡോറും പൂട്ടി താഴെ ഇറങ്ങി വരുന്നത്. അപ്പോഴാണ് കൃഷ് തന്നോടുള്ള ദേഷ്യം മുഴുവനും ബുള്ളറ്റിൻ്റെ ആക്സിലറേറ്ററിൽ തിരുമ്മി തീർക്കുവാണെന്ന് മനസ്സിലാവുന്നത്. അവൻ്റെ ദേഷ്യം ഒന്ന് തണുക്കട്ടെ എന്ന് കരുതിയാണ് അവനോട് ഒട്ടിച്ചേർന്ന് വയറിലൂടെ കയറ്റി ഇറുകെ പുണർന്നുകൊണ്ട് ബുള്ളറ്റിൻ്റെ പിറകിലിരിക്കുന്നത്. എന്നിട്ടും പുള്ളിക്കാരൻ ഏറും പിടിച്ച് മൗനവ്രതത്തിലാണ്. കൃഷ്, ഇതെവിടെ നിന്നായി ബുള്ളറ്റ്? നന്ദു അവനെ മിണ്ടിപ്പിക്കാൻ നോക്കിയതാണ്. എനിക്ക് സ്ത്രീധനം കിട്ടിയതാ. എന്തേ, നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? അപ്പോൾ എൻ്റെ അച്ഛൻ നിനക്ക് സ്ത്രീധനമൊക്കെ നേരത്തെ തന്നു കൃഷ്? അയ്യടാ, നിൻ്റെയും നിൻ്റെ അച്ഛൻ്റെയും സ്ത്രീധനം ആർക്ക് വേണം? അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ കൃഷ്? അപ്പോൾ എൻ്റെ അച്ഛൻ്റെ സ്വത്തൊക്കെയും ആർക്ക് കൊടുക്കും? ആണായിട്ടും പെണ്ണായിട്ടും ഞാൻ ഒറ്റ മോളാ. എന്നാ കേട്ടോ, എൻ്റെ അച്ഛനും ആണായിട്ടും പെണ്ണായിട്ടും ഞാനേ ഉള്ളൂ. ആണല്ലേ? നമ്മുടെ രണ്ടച്ഛന്മാരും നമ്മുടെ വിവാഹത്തിന് സമ്മതിച്ചാൽ മതിയായിരുന്നു അല്ലേ? നമ്മൾ എപ്പോഴാണ് കൃഷ് കല്യാണം കഴിക്കുന്നത്? അവളുടെ ആ ചോദ്യം കേട്ട് കൃഷിൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി മുട്ടിട്ടുവെങ്കിലും അവനത് വിദഗ്ധമായി മറച്ചു പിടിച്ച് ഏറും പിടിച്ചിരുന്നു. പിന്നീട് കോളേജ് എത്തും വരെ ഇരുവരും ഒന്നും മിണ്ടിയതേയില്ല. ഞാൻ പോട്ടെ കൃഷ്. നന്ദു വണ്ടിയിൽ നിന്നിറങ്ങി കൃഷിനെ നോക്കി പറഞ്ഞിട്ടും അവൻ അവളെ മൈൻഡ് ചെയ്തില്ല. ഇത്രയൊക്കെ താഴ്ന്നു തന്നിട്ടും ജാടി ഇറക്കുന്നത് കണ്ടില്ലേ തെണ്ടി എന്നും മനസ്സിൽ പറഞ്ഞ് തിരിയാൻ നേരാണ് അതുവഴി പോകുന്ന വിരാജിനെ നന്ദു ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് വിരാജിനെ വിളിച്ചു. വിരാജേട്ടാ, ഗുഡ് മോർണിംഗ്. ഞാനും ഉണ്ട്, നമുക്ക് ഒരുമിച്ച് നടക്കാം. ഹായ് നന്ദു, ഗുഡ് മോർണിംഗ്. അതിനെന്താ? അതും പറഞ്ഞ് ഇരുവരും ഒരുമിച്ച് നടന്നു നീങ്ങി. ഈ കാഴ്ച കണ്ട് കൃഷിൻ്റെ മുഖം വലിഞ്ഞു മുറുകി. എന്താണ് നീ അവിടെ ഇരുന്ന് സ്വപ്നം കാണുക? ബുള്ളറ്റിന് മുകളിൽ ഇരുന്നുകൊണ്ട് വിരാജിൻ്റെയും നന്ദുവിൻ്റെയും പോക്ക് നോക്കി നിന്ന കൃഷ് ധ്യാനിൻ്റെ ശബ്ദം കേട്ടാണ് തിരിഞ്ഞു നോക്കുന്നത്. ഹേയ്, ഒന്നുമില്ലടാ. അതും പറഞ്ഞു കണ്ട് കൃഷ് ബുള്ളറ്റിൽ നിന്നിറങ്ങി ധ്യാനിൻ്റെ കൂടെ നടന്നു. നീയും നന്ദുവും തമ്മിൽ ലിവിങ് ടുഗദറിലാണല്ലേ? ധ്യാനിൻ്റെ ചോദ്യം കേട്ട കൃഷ് പുരികം ചുളിച്ചു അവനെ ഒന്ന് നോക്കി. നോക്കണ്ട, ഞാനെല്ലാം അറിഞ്ഞു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദിവന് ഈ സത്യം എന്നോട് തുറന്നു പറയേണ്ടി വന്നു. വിരാജും നന്ദു തമ്മിൽ പ്രണയത്തിലാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഒന്നും അറിയാത്ത പോലെയുള്ള നിൻ്റെ ആ നിൽപ്പ് ഞാൻ മറന്നിട്ടില്ല. കൊച്ചു കള്ളൻ. എടാ, നീ കരുതും പോലെ ഒന്നുമല്ല. ഞങ്ങളൊരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കുന്നു എന്നത് സത്യ, അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ നമ്മളിതൊക്കെ എത്ര കണ്ടതാ. നീ ന്യായീകരിച്ച് മെഴുകണ്ട. ധ്യാൻ അവനെ വല്ലാത്ത ഭാവത്തിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു. അവളും ഞാൻ ഇഷ്ടത്തിലാണെന്നത് ശരിയാ, അതിനപ്പുറം ഒന്നുമില്ല. ഞങ്ങളെ രണ്ടാളും 2 മുറിയിലാണ് കിടത്തും. ഛേ, എന്തൊരു ദാരിദ്ര്യം. അല്ലേലും എറിയാൻ അറിയാവുന്നതിൻ്റെ കയ്യിൽ ദൈവം വടി കൊടുക്കില്ലല്ലോ. പോടത്തേണ്ടി. കൊതുക് രോഗം പരത്തുന്നതിലും വേഗത്തിൽ നീ ന്യൂസ് പരത്തുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇതെങ്ങാനും ഈ കോളേജിൽ പാട്ടായ ബാക്കി അപ്പോൾ ഞാൻ പറയാം. കൃഷ് അവനെ വിരട്ടി. ഞാൻ മാക്സിമം ശ്രമിക്കാൻ കൃഷ്, ഉറപ്പ് പറയുന്നില്ല. ഇന്നുച്ചയ്ക്ക് നിന്റെ വക എനിക്ക് കാര്യമായി ചെലവ് വേണം. എങ്കിൽ ഈ രഹസ്യം ചിലപ്പോൾ എന്നോടൊപ്പം മണ്ണോട് ചേരുമായിരിക്കും, ധ്യാൻ പ്രത്യേക ഇനത്തിൽ പറഞ്ഞു. ഓ, അവൻ്റെ ഒരു ഓഞ്ഞ ഡയലോഗ്. സമ്മതിച്ചു. ഉച്ചയ്ക്ക് 1 മണിക്ക് നമ്മുടെ ചെക്കിങ്ങിലേക്ക് നീ വാ, അവിടെ ഞങ്ങളുണ്ടാവും. എന്നാൽ ശരി, ഉച്ചയ്ക്ക് കാണാം എന്നും പറഞ്ഞു കൃഷും ധ്യാനും 2 വഴിക്ക് പിരിഞ്ഞു. ഉച്ചയ്ക്ക് 1 മണിക്ക്. എടി തനു, കോളേജ് ക്യാൻറ്റീന് മാറ്റിപ്പിടിച്ച കാര്യം നീ ആ പെണ്ണിനെ അറിയിച്ചായിരുന്നോ? നന്ദു, എല്ലാം സെറ്റാണ്, നീ വാ. സമയം 1:10 കോളേജ് കോമ്പൗണ്ടിന് പുറത്തുള്ള ചെക്കിംഗ് റെസ്റ്റോറൻറ്റിലേക്ക് നടക്കുന്നതിനിടയിൽ തനു പറഞ്ഞു. ഇതേ സമയം കൃഷും ആഡിസും ദിവനും ധ്യാനും റെസ്റ്റോറൻറ്റിനകത്ത് ഒരു ടേബിളിന് മുന്നിൽ ഇരുന്നിട്ടുണ്ട്. എടാ ആഡിസേ, അവനെ കാണുന്നില്ലല്ലോ, കൃഷ് ടെൻഷനോടെ പറഞ്ഞു. ഡെയിൻ എൻ്റെ കസിനാ, അവൻ വരും, നീ ടെൻഷനാവാതെ കൃഷ്. ഡ്രസ്സിൻ്റെ കളറൊക്കെയും നീ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. അതൊക്കെ സെറ്റാണ്. വൈറ്റ് ഷർട്ട്, ഗ്രേ പാൻറ്. നീ സമാധാനമായിരിക്കും കൃഷ്. ആഡിസ് കൃഷിനെ സമാധാനിപ്പിച്ചു. അതിനിടയിലാണ് നന്ദുവും തനുവും റെസ്റ്റോറൻറ്റിൻ്റെ അകത്തേക്ക് വരുന്നത്. അവരെ കണ്ടതും ദിവൻ കൃഷിനെ തോണ്ടി. ഇവളെന്തിനാ ഇങ്ങോട്ട് വന്നത്? നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, അവൾ ഇവിടെ വന്നിരുന്നാൽ ശരിയാവില്ല. നന്ദുവിനെ കാണാത്ത പോലെ നടിച്ചുകൊണ്ട് കൃഷ് പറഞ്ഞു. എടാ, ഇനി നന്ദു തന്നെയാണോ ആ പെണ്ണ്? ദിവന് സംശയം. ഹേയ്, അവൾ വെളുത്ത ചുരിദാർ ഇട്ടിട്ടുണ്ടാവുന്ന അമ്മ പറഞ്ഞത്, കൃഷ് മറുപടി പറഞ്ഞു. നന്ദു ദേ നോക്കിക്ക് കൃഷ്. കൃഷിനെ അവിടെ കണ്ടതും നന്ദുവിനെ തോണ്ടിക്കൊണ്ട് തനു പറഞ്ഞു. ഇവനെന്താ ഇവിടെ? നന്ദു അതും മനസ്സിൽ പറഞ്ഞുകൊണ്ട് തനുവിനെ ഒന്ന് നോക്കി. തനു, അവരവിടെ ഇരുന്നോട്ടെ, നമുക്കെന്താ, നമുക്കിവിടെ ഇരിക്കാമെന്നും പറഞ്ഞ് നന്ദുവും തനുവും മറ്റൊരു ഭാഗത്തിരുന്നു. ഡാ കൃഷ്, ഡെയിൻ പുറത്തുണ്ടെന്ന്, ഇപ്പോൾ വരും. ആഡിസ് പറഞ്ഞത് കേട്ട് എല്ലാവരും എൻട്രൻസ് ഭാഗത്തേക്ക് കണ്ണു നട്ടിരുന്നു. നന്ദു, ആന പുറത്തുണ്ടെന്ന്, ഇങ്ങോട്ട് വരാൻ പറയട്ടെ. തനു പറഞ്ഞത് കേട്ടതും നന്ദു ഒന്ന് മൂളി. ആദ്യം കയറി വന്നത് ഡെയിൻ ആയിരുന്നു. ഡെയിൻ ആഡിസും കൃഷും ഇരിക്കുന്ന ഭാഗത്തേക്ക് നോക്കി മറ്റൊരു ടേബിളിന് മുന്നിലിരുന്നു.
നന്ദുദേ നോക്കിക്കേ, നിന്റെ ആളെത്തിന്ന് തോന്നുന്നു. വൈറ്റ് ഷർട്ട്, ഗ്രേ പാൻറ്, ആള് ചുള്ളനാണല്ലോ. ഡെയിനിന്റെ വരവ് കണ്ട് തനു നന്ദുവിനോട് പതിയെ പറഞ്ഞു. അന്നേരം നന്ദു തനുവിനെ നോക്കി പേടിപ്പിച്ചപ്പോൾ കൃഷിൻ്റെ അത്ര പോരാ അല്ലേ എന്നും കൂടി തനു കൂട്ടിച്ചേർത്തു. അടുത്ത നിമിഷം തനു ഏർപ്പാടാക്കിയ ആനും അകത്തേക്ക് വന്നു. ഡെയിനിന്റെ അരികെ വന്നിരുന്നു. അന്നേരം ദിവൻ കൃഷിനെ തോണ്ടി. നന്ദുവിൻ്റെ അത്ര പോരാ, നഷ്ടബോധമൊന്നും തോന്നേണ്ട ആവശ്യമില്ല. ദിവ്യന പറഞ്ഞത് ശരിയാണെന്നും കൃഷ്ണന് തോന്നി. പെണ്ണ് കാണാൻ കൊള്ളാമെങ്കിലും തൻ്റെ നന്ദയുടെ അത്രയും വരില്ല. ഇതേ സമയം ഡെയിനും ആനും പരസ്പരം ഹായ് പറഞ്ഞു. രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി നിൽപ്പുണ്ട്. അന്നേരം ഡെയിൻ മനസ്സിൽ വിചാരിക്കുവാണ്, നല്ല അടിപൊളി കൊച്ച്, കൃഷ്ണ വേണ്ടെങ്കിൽ ഞാനങ്ങ് കെട്ടിയാലോ. ഇതേ സമയം ആൻ വിചാരിക്കുവാണ്, ഓ ഇയാളെ കാണാൻ എന്തൊരു അടിപൊളിയാ, ഇയാളെ നോക്കി നിന്ന് ഞാൻ വന്ന കാര്യം പോലും മറന്നു പോകും എൻ്റെ കർത്താവേ. തനിക്കെന്താ കഴിക്കാൻ വേണ്ടേ? 2 ഫ്രഷ് ജ്യൂസ് പറയട്ടെ? അതും പറഞ്ഞ് ഡെയിൻ വെയിറ്ററെ വിളിച്ചു 2 ഫ്രഷ് ജ്യൂസ് ഓർഡർ ചെയ്തു. ഇത് സ്ക്രിപ്റ്റിലില്ലാത്തതാണല്ലോ, ആ രംഗം കണ്ട് ദിവ്യൻ പറഞ്ഞു. അവനത് കയ്യിൽ നിട്ടതായിരിക്കും, ആഡിസ് മറുപടി പറഞ്ഞു. അവനോട് കയ്യിൽ നിടാൻ ആരെങ്കിലും പറഞ്ഞു? കൃഷ് കലിപ്പിലാണ്. പിന്നല്ലാതെ ഇവിടെ വന്നിരുന്ന് സംസാരിച്ചിട്ട് ഒന്നും കഴിക്കാതെ പോവാൻ അവൻ്റെ കുഞ്ഞമ്മയുടെ റെസ്റ്റോറൻ്റ് ആണോ ഇത്? ആഡിസ് പല്ലിറുമിക്കൊണ്ട് പറഞ്ഞു. ജ്യൂസോ തേങ്ങയോ എന്ത് വേണമെന്ന് വെച്ചാൽ ആ പെണ്ണ് പോയി കഴിഞ്ഞ് അവൻ ഒറ്റയ്ക്ക് കുടിച്ചാൽ പോരെ. ഇവിടെ ആ പെണ്ണിന് മാക്സിമം ഹേറ്റ് തോന്നണം, അതാണ് നമ്മുടെ ഉദ്ദേശം. ജ്യൂസ് കൊടുത്ത് സൽക്കരിച്ചാലേ അവിടെ ഒരു പോസിറ്റീവ് ചിന്താഗതിയാണ് ഉണ്ടാകുന്നത്. ഡാ ആഡിസ്, ഞാൻ അപ്പോഴേ പറഞ്ഞതാ ആ കോഴി ഡെയിൻ വന്നാൽ ശരിയാവില്ലെന്ന്. ഇതിപ്പോൾ അവൻ കല്യാണം ഉറപ്പിച്ചിട്ട് പോകുന്ന മട്ടാണ്. ആ വായി നോക്കിയിട്ട് പെട്ടെന്ന് കാര്യം പറഞ്ഞ് എഴുന്നേറ്റ് പോകാൻ പറ, കൃഷ് കലിപ്പോടെ പറഞ്ഞു. ഇതെന്താ സംഭവം എന്നറിയാതെ ധ്യാൻ മൂവരെയും മാറി മാറി നോക്കുന്നുണ്ട്. കൃഷ് പറഞ്ഞത് പ്രകാരം ആഡിസ് ഡെയിനെ വിളിച്ചു 2 ചീത്ത പറഞ്ഞപ്പോൾ അവൻ ഡീസൻ്റായി. അതുപോലെ നന്ദുവിൻ്റെ തുറച്ചു നോട്ടം കണ്ടു താനു ആനിനെ വിളിച്ച് മാറ്ററിലേക്ക് വരാൻ പറഞ്ഞു. സി മിസ്, എന്താ പേര് പറഞ്ഞത്? ഡെയിൻ സംസാരത്തിന് തുടക്കം കുറിച്ചു. നന്ദു, ആൻ പറഞ്ഞു. ആ നന്ദു, ഞാൻ അന്ന് നന്ദുവിൻ്റെ വീട്ടിലേക്ക് കാണാൻ വന്നതേ വല്ല താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല. ഇന്നും എനിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു, വീട്ടുകാരുടെ നിർബന്ധം. ഞാൻ വളച്ചുകെട്ടില്ലാതെ കാര്യം പറയാം, എനിക്ക് മറ്റൊരു കുട്ടി ഇഷ്ടമാണ്. ഈ വിവാഹത്തിന് എനിക്ക് താല്പര്യമില്ല. എൻ്റെ കോൺസെപ്റ്റിലുള്ള കുട്ടിയല്ല താൻ. സോ താൻ ഈ വിവാഹത്തിൽ നിന്നും പിന്മാറണം. താൻ വീട്ടിൽ പറയണം എന്നെ ഇഷ്ടമായിട്ടില്ലെന്ന്. ഹേ മിസ്റ്റർ, എനിക്കും ഈ വിവാഹത്തിനോട് തീരെ താല്പര്യമില്ല. താങ്കളും എൻ്റെ കോൺസെപ്റ്റിലുള്ള ആളേ അല്ല. അല്ല, താങ്കൾക്ക് ഈ വിവാഹം വേണ്ടെങ്കിൽ താങ്കൾ വീട്ടിൽ പറയണം ഈ വിവാഹം വേണ്ടെന്ന്. അത് പറ്റില്ല, നന്ദു പറഞ്ഞാൽ മതി എന്നെ ഇഷ്ടമായില്ലെന്ന്, അപ്പോൾ വിവാഹം മുടങ്ങിക്കോളൂ. അത് ശരി, അങ്ങനെ എൻ്റെ ക്രെഡിറ്റിൽ താൻ ഈ വിവാഹം മുടക്കണ്ട. നന്ദു പ്ലീസ്, നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിക്കൂടെ? ശരി, എനിക്കും മറ്റൊരാളെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഈ വിവാഹം മുടക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ടേ നമുക്ക് 2 പേർക്കും വീട്ടിൽ പറയാം പരസ്പരം ഇഷ്ടമായില്ലെന്ന്. ഓക്കെ ഡൺ. 2 പേരും അന്നേരം കൈ കൊടുത്തു. വീണ്ടും അവൻ കൈയിൽ നിന്ന് ഇട്ടു. ആ കൈ കൊടുപ്പ് കണ്ടപ്പോൾ ദിവൻ ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും ജ്യൂസ് എത്തിയിരുന്നു. 2 പേരും ജ്യൂസ് കുടിച്ച് ബായ് പറഞ്ഞ് പിരിഞ്ഞു. ആ പെണ്ണ് വിവാഹം മുടക്കാൻ സമ്മതിച്ചു കാണും എന്തോ. കൃഷിന് അറിയാൻ എന്തോ ആകാംക്ഷ തോന്നി. നമുക്ക് അവനോട് പിന്നീട് സംസാരിക്കാം, ഇപ്പോൾ അവൻ പൊയ്ക്കോട്ടെ, ആഡിസ് പറഞ്ഞു. ഇതേ സമയം താൻ പോവുകയാണെന്നും പിന്നീട് വിളിക്കാമെന്നും തനുവിനോട് പറഞ്ഞ് ആനും അവിടെ നിന്ന് പോയി. നന്ദു കൃഷിന് ഒരു മിസ്ഡ് കോൾ അടിച്ചു. അന്നേരം കൃഷ് ഫോൺ എടുത്ത് നോക്കിയെങ്കിലും വിളിച്ചത് നന്ദു ആണെന്ന് അറിഞ്ഞിട്ടും നന്ദുവിനെ നോക്കിയതേയില്ല. അപ്പോഴേക്കും 2 കൂട്ടരും ഓർഡർ ചെയ്ത ഫുഡും കൊണ്ട് വെയിറ്റർ വന്നു. നന്ദു വെയിറ്ററിനോട് 1 നിമിഷം നിൽക്കാൻ പറഞ്ഞു. നന്ദു ഒരു പേപ്പറിൽ എന്തോ എഴുതി താൻ ഓർഡർ ചെയ്ത 6 പീസ് ബ്രോസ്റ്റഡ് ചിക്കൻ ബോക്സിനുള്ളിലേക്ക് ആ പേപ്പർ വെച്ച് അത് കൃഷിയിരിക്കുന്ന ടേബിളിലേക്ക് കൊണ്ടുവയ്ക്കാൻ പറഞ്ഞതും വെയിറ്റർ അതുപോലെ ചെയ്തു. ഇത് ഞങ്ങൾ ഓർഡർ ചെയ്തില്ലല്ലോ, കൃഷ് അയാളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് ആ മാഡം ഇവിടെ തരാൻ പറഞ്ഞു, നന്ദുവിനെ ചൂണ്ടി വെയിറ്റർ പറഞ്ഞു. ശേഷം അയാൾ പോയി. കൃഷ് എന്തെങ്കിലും പറയുന്നതിന് മുൻപേ കൂടെയുള്ളവന്മാർ ഓരോ പീസ് എടുത്ത് കൈ പിടിച്ചിരുന്നു. സോറിടാ, പെണങ്ങല്ലേ, ഐ ലവ് യു. അതിൻ്റെ കൂടെ 4-5 ഉമ്മയും കൂടി ഉണ്ടായിരുന്നു. കൃഷ്, ഇത് നിനക്കാണെന്ന് തോന്നുന്നു. ധ്യാൻ അതിനകത്തുണ്ടായിരുന്ന പേപ്പർ എടുത്ത് വായിച്ച ശേഷം കൃഷ് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞതും കൃഷ് ആകെ ചമ്മി നിൽപ്പാണ്. അവൻ ആ പേപ്പർ വാങ്ങി പോക്കറ്റിലിട്ട് നന്ദുവിനൊന്ന് തിരിഞ്ഞു നോക്കി. അന്നേരം അവൾ ചിരിച്ച് കാണിച്ചു. അന്നേരം അവൻ ചുണ്ടിലൊളിപ്പിച്ച ചിരിയാലെ ഒരു കഷ്ണം ചിക്കൻ എടുത്ത് കഴിക്കാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ ഒരു ചെറുചിരി അവളുടെ ചുണ്ടിലും വിരിഞ്ഞു. വൈകുന്നേരം കൃഷിനെ ഇറുകെ പുണർന്നുകൊണ്ട് ബുള്ളറ്റിൻ്റെ പിറകിലിരിക്കുമ്പോൾ ഇരുവരും പരാതിയും പരിഭവങ്ങളൊക്കെയും പറഞ്ഞു തീർത്തിരുന്നു. രാത്രിയിൽ പതിവിലും വിപരീതമായി നന്ദുവും കൃഷും കൃഷിൻ്റെ മുറിയിലെ ബെഡിൽ കമിഴ്ന്നു കിടന്ന് പഠിക്കാനിരുന്നതാണ്.
ഒരാളുടെ കാലിൻ്റെ ഭാഗത്ത് മറ്റൊരാൾ തല വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് കിടത്തം. കുറച്ച് പഠിച്ചു കഴിഞ്ഞതും കൃഷ്ണ മടുത്തു. അവൻ അവിടെ തന്നെ തല വെച്ച് അതുപോലെ കിടന്നു. അപ്പോഴാണ് നന്ദുവിൻ്റെ സുന്ദരമായ കാൽപാദങ്ങൾ അവൻ ശ്രദ്ധിക്കുന്നത്. കിടന്നിടത്ത് നിന്നും തന്നെ അവളുടെ കാലിനടിയിൽ ഉമ്മ വെച്ചതും നന്ദു ഒരു നിമിഷം കണ്ണൊന്ന് അടച്ചു തുറന്നു. വീണ്ടും അവൻ തൻ്റെ പ്രവൃത്തി തുടർന്നപ്പോൾ അവൾ അവനെ കൂർപ്പിച്ചൊരു നോട്ടം നോക്കി. അതോടെ അവൻ കുറച്ചു നേരം അടങ്ങിക്കിടന്നു. കുറച്ചു നേരം കഴിഞ്ഞു അവൻ തൻ്റെ പേന കൊണ്ട് അവളുടെ കാലിനടിയിൽ ഹാർട്ട് സിമ്പൽ വരച്ചു. അതിനകത്ത് KN എന്ന ലെറ്ററൊക്കെ എഴുതി അങ്ങ് ഡെക്കറേഷൻ നടത്തുന്നത് അറിഞ്ഞിട്ടും നന്ദ പ്രതികരിച്ചില്ല. അത് കഴിഞ്ഞ് മറ്റേ കാലിൽ മുഴുവൻ ഐ ലവ് യു നന്ദ എന്ന് എഴുതിയപ്പോൾ നന്ദുവും അടങ്ങി നിന്നില്ല. അവളും അവൻ്റെ കാലിനടിയിൽ എന്തൊക്കെയോ കുത്തിക്കുറിച്ചു. കൃഷ് തൻ്റെ കാലിലേക്ക് നോട്ടം പായിച്ചപ്പോൾ അവൾ കണ്ണിൽ കണ്ട തെറിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവളെ നോക്കി പേടിപ്പിച്ച് അവൻ അതുപോലെ മലർന്നു കിടന്നു ഫോൺ നോക്കാൻ തുടങ്ങി. പിന്നെ നന്ദുവും പഠിത്തം നിർത്തി തൻ്റെ ഫോണും കൈ പിടിച്ചു. അവൻ ഇയർബഡ്സ് വെച്ച് റീൽസ് കാണുകയാണ്. നന്ദു തനുവിനോട് ചാറ്റുന്നുണ്ട്. അന്നേരമാണ് ട്രെൻഡിങ് ആയ ചരടുവല്ലി കിസ്സിങ് റീൽ കൃഷ് കാണുന്നത്. ശീതൽ വിനു അവരുടെ റീൽ സൂപ്പറാണ്. ഒന്ന് തല ചരിച്ച ചുണ്ടിലേക്ക് നല്ല അടാർ മുത്തം കിട്ടും. ഇത് കൊള്ളാലോ, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ, എന്തോരം ഉമ്മ കിട്ടും, ഞാൻ ചരട് വലിച്ചോളാം, അവൾ ഉമ്മിക്കട്ടെ എന്ന് മനസ്സിൽ പറഞ്ഞു. അതുപോലെ തന്നെ കിടന്ന് നന്ദുവിനെ വിളിച്ചു. നന്ദ, നമുക്കൊരു റീൽ ചെയ്താലോ? നന്ദ മറുപടിയൊന്നും പറഞ്ഞില്ല. പറ നന്ദ, ഇടാ വെറുപ്പിക്കല്ലേ. എടി ഇതല്ല, അതെ ഇതാണ് എന്നും പറഞ്ഞ് അവളുടെ അരികെ വന്ന് കിടന്നുകൊണ്ട് ഫോണിലെ റീൽ കാണിച്ചതും നന്ദു അവനെ ദഹിപ്പിച്ച് നോക്കി. എന്നാ നീ ഒരു ഉമ്മതാ, കൃഷ് നിഷ്കുവായി പറഞ്ഞു. ഇല്ല, നന്ദു പറഞ്ഞു. തരില്ല? ഇല്ലെന്നല്ലേ പറഞ്ഞേ. പ്ലീസ് താടി, നിനക്ക് നാണല്ലേ കൃഷ് ഇങ്ങനെ ഉമ്മ ചോദിക്കാൻ? അങ്ങനെ ചുമ്മാതൊന്നുമല്ലല്ലോ, നന്നായി കെഞ്ചിയിട്ടല്ലേ. ഇല്ല തരില്ല എന്നും പറഞ്ഞ് നന്ദു എഴുന്നേറ്റ് കൃഷ് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു നെഞ്ചിലേക്ക് ഇട്ടു. കൃഷ് വിട് വിട് കൃഷ്. അവൾ കുതിരിമാറാൻ നോക്കുന്നുണ്ട്. നന്ദൂസേ, ഒരു ഉമ്മ തന്നാ ഞാൻ പൊയ്ക്കോളാം. കൃഷ് കെഞ്ചി പറയുന്നത് കണ്ടതും നന്ദു ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. അവനൊന്ന് നോക്കി. ഒരെണ്ണം മാത്രമേ തരുള്ളൂ, സമ്മതിച്ചോ? അവൾ ആ പറഞ്ഞത് കേട്ടപ്പോൾ അവൻ സന്തോഷത്തോടെ തലകുലുക്കി സമ്മതിച്ചു. അടുത്ത നിമിഷം അവളുടെ അതിരങ്ങൾ അവൻ്റെ നെറുകയിൽ അമർന്നിരുന്നു. അത് കഴിഞ്ഞ് അവൾ പിൻവാങ്ങാനൊരുങ്ങവേ അവൻ ഒരെണ്ണം എന്ന പോലെ കണ്ണുകൊണ്ട് കെഞ്ചിയതും നന്ദു അവനെ കണ്ണുരുട്ടി നോക്കിയ ശേഷം അവൻ്റെ ഇരകവളിയിലും ചുംബിച്ചു. അത് കഴിഞ്ഞ് അവൻ തൻ്റെ ചുണ്ടുകൾ കൂടി തൊട്ട് കാണിച്ചതും നന്ദു പറ്റില്ലെന്ന് പറഞ്ഞ് എഴുന്നേൽക്കാൻ ഒരുങ്ങിയെങ്കിലും അവൻ അതിന് സമ്മതിക്കാതെ അവളെയും കൊണ്ടുവന്ന് മറിഞ്ഞു. അവൻ്റെ നോട്ടത്തിൽ അടിമപ്പെട്ടു പോയ നന്ദുവിന് അന്നേരം അവനെ എതിർക്കാനായില്ല. അവൻ അവളുടെ നെറുകയിൽ ചുംബിച്ചു. അവിടെ നിന്ന് അവൻ്റെ ചുണ്ടുകൾ മൂക്കിലൂടെ താഴേക്കൊഴുകി അവളുടെ അതരങ്ങളിൽ എത്തി നിന്നു. അവളുടെ അതരങ്ങളെ അവൻ തൻ്റേതാക്കി മാറ്റിയപ്പോൾ അവളുടെ കൈകൾ അവൻ്റെ ടീഷർട്ടിൻ്റെ കോളറിൽ മുറുകി. വളരെ മൃദുവായി അവളുടെ അതരങ്ങളുടെ മധുരം നുകരുമ്പോൾ ആദ്യമായി അനുഭവിച്ചറിയുന്ന അനുഭൂതി അവളും ആസ്വദിച്ചു തുടങ്ങിയിരുന്നു. ഉള്ളിലുള്ള സ്നേഹം മുഴുവൻ പകുത്തു നൽകും പോലൊരു ചുംബനം. എത്ര നുകർന്നിട്ടും മതിവരാത്ത പോൽ അവൻ അവളുടെ ചെഞ്ചുണ്ടുകളെ നുണഞ്ഞുകൊണ്ടിരുന്നു. ഒടുവിൽ ശ്വാസതടസ്സം അനുഭവപ്പെട്ടതും അവൾ കണ്ണുകൊണ്ട് കെഞ്ചി. അതോടെ അവൻ അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചു. അവളിൽ നിന്നും അകന്നു മാറി ബെഡിലേക്ക് മലർന്നു കിടന്നു. അന്നേരം നന്ദു അതുപോലെ കിടന്നുകൊണ്ട് കിതപ്പടക്കാൻ പാടുപെടുകയാണ്. താങ്ക് യു നന്ദ. ബെഡിൽ കൈമുട്ട് കുത്തി കൈപ്പത്തി താടിക്ക് കൊടുത്തുകൊണ്ട് നന്ദുവിന് നേരെ തിരിഞ്ഞു കിടന്നുകൊണ്ട് അവൻ പറഞ്ഞു. അവളുടെ ചുണ്ടുകൾ അന്നേരം ചെറിപ്പഴം പോലെ ചുവന്നു വന്നിട്ടുണ്ട്. അവളുടെ മുഖം ചോറ് തൊട്ടെടുക്കാൻ പാകത്തിലായിട്ടുണ്ട്. അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് നിന്നും താഴേക്കൊഴുകി നടന്നു. സ്ഥാനം മാറിക്കിടക്കുന്ന അവളുടെ ടീഷർട്ടിൽ കൂടി അവളുടെ വയറും നാഭിച്ചുഴിയും കാണുന്നുണ്ട്. അവൻ്റെ കണ്ണു മിഴിച്ചുള്ള നോട്ടം കണ്ടപ്പോഴാണ് അവൾക്ക് കാര്യം മനസ്സിലാകുന്നത്. അവൾ നാണത്തോടെ ഡ്രസ്സ് നേരെയാക്കി തലയണയിലേക്ക് മുഖം പൊഴുത്തി. നേരമാണ് കൃഷിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത്. അമ്മ കോളിംഗ് എന്ന് കണ്ടപ്പോഴേ അവന് കാര്യം മനസ്സിലായി. ഇതിന് മാത്രം നാണിക്കാൻ എന്തിരിക്കുന്നു? ഞാനതേ ഇതിനു മുൻപ് 2 തവണ കണ്ടതാ. എപ്പോഴായാലും ഇതൊക്കെ ഞാൻ കാണേണ്ടതല്ലേ? അതിത്തിരി കൂടി നേരത്തായെന്ന് കരുതിയാൽ മതി. അവളുടെ കാതിൽ സ്വകാര്യം പോലെ അവൻ പറഞ്ഞു അവളുടെ കവളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് ഫോണും പിടിച്ച് ബാൽക്കണിയിലേക്ക് നടന്നു.